ബാറുകളുടെ സമയം ഏകീകരിച്ചതുമായി ബന്ധപ്പെട്ട് ചില തെറ്റായിട്ടുള്ള വാർത്തകൾ വന്ന പശ്ചാത്തലത്തിൽ വ്യക്തത വരുത്താനാണ് ഇപ്പോൾ കാണുന്നത്. ബാറുകളുടെ സമയം ദീർഘിപ്പിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. നേരത്തെ തന്നെ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ അനുവദിച്ച സമയം 10 മുതൽ 12 വരെയാണ്. അത് എല്ലായിടത്തേക്കും ബാധകമാക്കി ഏകീകരിച്ചു എന്നേ ഉള്ളൂ. ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഇപ്പോഴല്ല, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ സമയക്രമമാണുള്ളത്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വന്നത്, എല്ലാ ബാറുകളുടെയും ലൈസൻസ് ഫീസ് 35 ലക്ഷം രൂപയാണ്. അത് ടൂറിസം ഡെസ്റ്റിനേഷൻ ആണെങ്കിലും. ഇനി ടൂറിസം ഡെസ്റ്റിനേഷനായി നോട്ടിഫൈ ചെയ്തതിൻ്റെ പ്രദേശത്തും ബാറുണ്ടാവും, അതിൻ്റെ തൊട്ടടുത്തും ബാറുണ്ടാവും. അവിടെ അത് ആവില്ല. അപ്പോൾ ഒരു വിവേചനം നിലനിൽക്കുന്നു എന്നുള്ള പരാതി വളരെ ശക്തമായിട്ട് സർക്കാരിൻ്റെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. സമയം സംബന്ധിച്ചും നേരത്തെ തന്നെയുള്ള ഒരാവശ്യവുമാണ്. ഇതെല്ലാം പരിഗണിച്ചാണ് ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ നിലനിൽക്കുന്ന സമയം മറ്റുള്ളവർക്ക് കൂടി ബാധകമാക്കിയത്. അല്ല, പുതിയൊരു തീരുമാനം എടുക്കുകയല്ല ചെയ്തത്. ഇത് മറ്റ് സംസ്ഥാനങ്ങൾ, കേരളത്തിന് സമാനമായ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ എല്ലാ സ്ഥിതി കൂടി പരിശോധിച്ചിട്ടാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. ഇപ്പോൾ കർണാടകയിലെ സമയം 9 മുതൽ 12 നമ്മളിപ്പോൾ 10 മുതൽ 12 വരെയാണ് കൊടുത്തത്. കർണാടകയിൽ നേരത്തെ തന്നെ രാവിലെ 9 മുതൽ 12 മണി വരെയാണ്. ബാംഗ്ലൂർ നഗരത്തിലാണെങ്കിൽ രാവിലെ 9 മുതൽ രാത്രി 1 മണി വരെയാണ്. പക്ഷെ അവിടുത്തെ ലൈസൻസ് ഫീസാണ് വളരെ കുറവുമാണ്. കർണാടകയിൽ 4 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള സ്ലാബുകളായിട്ടാണ് ലൈസൻസ് ഫീസ് എന്ന് പറഞ്ഞാൽ പല സ്ലാബായിട്ടാണ്. നമ്മൾ യൂണിഫോം റേറ്റ് 35 ലക്ഷമാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ഉയർന്ന ലൈസൻസ് ഫീസിൻ്റെ 3.5 ഇരട്ടിയാണ് നമ്മുടേത്. ആന്ധ്രയിൽ 10 മുതൽ 12 മണി വരെയാണ്. തമിഴ്നാട്ടിൽ 12 മണിക്കൂറാണ്. പക്ഷേ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കാം. അവിടെ നിയന്ത്രണമില്ല. അപ്പോൾ ഇതാണ് അയൽ സംസ്ഥാനങ്ങളുടെ എല്ലാം സ്ഥിതി. ഇതും ഗവൺമെൻറ് കണക്കിലെടുത്തു. കാരണം ഇതൊരു വ്യവസായമാണല്ലോ. വ്യവസായം എന്ന നിലയിൽ വരുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതിയുമായിട്ട് കൂടി താരതമ്യപ്പെടുത്തേണ്ടി വരും. ഇവിടെ ഏറ്റവും കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇല്ലാത്ത ലൈസൻസ് ഫീസ് സർക്കാർ ഈടാക്കുന്നു. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ നിയന്ത്രണം അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള പ്രശ്നം കുറേ കാലമായിട്ട് ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ളതാണ്. അതാണ് ഇപ്പോൾ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഉള്ളത് തന്നെ മറ്റുള്ളവർക്ക് കൂടി ബാധകമാക്കിയത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൈസൻസ് ഫീസ് നോക്കിയാൽ ഏറ്റവും ഉയർന്നത് കേരളത്തിലാണ്. തമിഴ്നാട്ടിൽ വിവിധ സ്ലാബുകളാണ്. അത് സ്റ്റാർ പദവിയുടെ അടിസ്ഥാനത്തിലാണ്. 6 മുതൽ 25 ലക്ഷം വരെയാണ്. 6 ലക്ഷത്തിൽ തുടങ്ങി 25 ലക്ഷം വരെ സ്റ്റാർ പദവിയുടെ അടിസ്ഥാനത്തിൽ. നമ്മുടെ അങ്ങനെയല്ല, യൂണിഫോം റേറ്റാണ് 35 ലക്ഷം എന്നത്. കർണാടകയിൽ 4 മുതൽ 10 ലക്ഷം വരെയാണ്. ആന്ധ്രയിൽ 25 ലക്ഷമാണ്. ഏറ്റവും ഉയർന്ന ലൈസൻസ് ഫീസ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മുടേതാണ് ഉള്ളത്. അപ്പം അതും കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം വരുത്തിയ ഒരു മാറ്റം, ഇത് ടൂറിസമാണ് പ്രധാനമായിട്ടും പരിഗണിച്ചത്. ഇതിൽ അത് കഴിഞ്ഞ ഏതാനും മദ്യനയങ്ങളിലായി ടൂറിസം കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ള ചില ഇളവുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൈസ് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ മീറ്റിങ്ങുകൾ, ഇവൻറ്റുകൾ, കോൺഫറൻസുകൾ ഒക്കെ വരുമ്പോൾ പ്രത്യേക ലൈസൻസ് കൊടുക്കാൻ, പ്രത്യേക അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകം ഫീസ് വാങ്ങി കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് 5 ലക്ഷം രൂപ അധികം ഫീസ് അടച്ചാൽ 3 മണി വരെ പ്രവർത്തിക്കാനുള്ള അനുമതിയും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. കാരണം വലിയ പരാതി ടൂറിസം മേഖലയിൽ നിന്ന് ഉയർന്നു വരികയുണ്ടായി. ഇപ്പോൾ രാത്രി 10:45 ഒരു വിദേശി മദ്യം ചോദിച്ചാൽ കൊടുക്കാൻ പറ്റില്ല, കാരണം ക്ലോസ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, ടൂറിസത്തെ വലിയ തോതിൽ ബാധിക്കുന്നു എന്നുള്ള പരാതി വന്നിരുന്നു. ഇതൊക്കെ എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്.
പുതുതായി പൊടുന്നതിനെടുത്തിട്ടുള്ള ഒരു തീരുമാനവുമല്ല.